നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 10. അങ്ങനെ തുടർച്ചയായി ഇന്ന് അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ കൺസോളിഡേഷൻ നടക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റിക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ട് ബുധനാഴ്ച 24,500 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ഉടനടി തന്നെ 24,497 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. പിന്നീട് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളായിട്ട് 24,500, 24,600 എന്ന ലെവലുകൾ മുകളിലായിട്ടാണ് ട്രേഡിംഗ് കാഴ്ചവെച്ചതും. ഇന്ന് മാർക്കറ്റിൽ ശക്തമായ കൺസോളിഡേഷൻ നടക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് വന്നപ്പോൾ നേരിയ നേട്ടത്തോടുകൂടി നിഫ്റ്റിക്ക് ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ഇന്നും മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് നയിക്കുവാൻ കാരണമായത് പ്രധാനമായും 4 ഘടകങ്ങൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചപ്പോൾ മറ്റ് 3 ഘടകങ്ങൾ നെഗറ്റീവായിട്ടും സ്വാധീനിച്ചതാണ്. അവ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസുകളിൽ ഇന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ലഭ്യമായതും. സെൻസെക്സിനും നിഫ്റ്റിക്കും ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.5% നഷ്ടത്തോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടി വന്നപ്പോൾ മിഡ് ക്യാപ്പിന് 0.62% നേട്ടവും കൈവരിക്കുവാനായി. തുടർച്ചയായി ഇന്നും നിഫ്റ്റി ഐടിക്ക് നേരിയതാണെങ്കിലും 0.27% നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാൻ സാധിച്ചു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,556 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം 1,514 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ഏകദേശം 3 ട്രേഡിംഗ് സെഷനുകളായിട്ട് ടൈറ്റ് ആയിട്ടുള്ള പ്രകടനമാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ത്യൻ രൂപയ്ക്ക് അതേസമയം ഇന്ന് US ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 7 പൈസയുടെ നഷ്ടത്തോടുകൂടി 95.277 എന്ന ലെവലിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ടൈറ്റാൻ കമ്പനി, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ബജാജ് ഫൈനാൻസ്, ശ്രീറാം ഫൈനാൻസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറുവാനായപ്പോൾ SBI, ഇറ്റേണൽ, ITC, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, TCS തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി റിയാലിറ്റിക്ക് ഇന്ന് 1.5% നേട്ടം കൈവരിക്കുവാനായപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസിന് 0.4%, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിന് 0.3% നേട്ടവും കൈവരിക്കുവാൻ. അതേസമയം PSU ബാങ്ക് 1.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിൽ 0.63%, ഇൻഫ്രയ്ക്ക് 0.56% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. വരാനിരിക്കുന്ന ഇൻഡെക്സ് റീഷഫ്ലിംഗില് നവംബറുടെ കാഴ്ചപ്പാട് പ്രകാരം നിഫ്റ്റി 50 ഇൻഡെക്സിൽ നിന്നും വിപ്രോയെ നീക്കിക്കൊണ്ട് BSE സ്റ്റോക്ക് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചതിനെ തുടർന്ന് BSEയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 4% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ബേൺസ്റ്റൈന്റെ ഭാഗത്ത് നിന്നും പേടിഎമ്മിന്റെ സ്റ്റോക്ക് പ്രൈസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് IPO പ്രൈസിലേക്ക് സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തു. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 52% അപ്സൈഡ് ആണ് ഇവർ പ്രവചിക്കുന്നതും. തുടർന്ന് ഇന്ന് സ്റ്റോക്കില് 10% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്റ്റോക്കിന് അതിന്റെ 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് എത്തിച്ചേരുവാനുമായി. ഈ പറഞ്ഞ അപ്ഗ്രേഡ് ഒക്കെ ഓരോ റേറ്റിംഗ് ഏജൻസിയുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. ഇനി പറയാൻ പോകുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളും റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ CLSA മിക്സഡ് ആയിട്ട് വന്ന Q1 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് PFC, REC തുടങ്ങിയ സ്റ്റോക്കുകളുടെ ടാർഗറ്റ് പ്രൈസ് കട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കുകളിൽ ഏകദേശം 8% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. Q1 ഏർണിംഗ്സിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാനായതിനെ തുടർന്ന് ബ്രോക്കറേജുകളുടെ ഭാഗത്ത് നിന്നും കമ്പനിയുടെ ജ്വല്ലറി സെഗ്മെന്റിലുള്ള വളർച്ചയും എടുത്തു കാണിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് ടൈറ്റാന്റെ സ്റ്റോക്ക് പ്രൈസിൽ 3% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. അതേസമയം Q1 ഏർണിംഗ്സിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് എസ്റ്റിമേഷനെ മീറ്റ് ചെയ്യുവാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഭാരത് ഫോർജിന്റെ സ്റ്റോക്കിൽ ഇന്ന് 8% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെടുവാനും ഇടയാക്കി. വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി US സെനറ്റിന്റെ പുതിയതായിട്ട് നടപ്പിലാക്കിയ ബില്ലിനെ തുടർന്ന് കട്ട് ചെയ്യാനുള്ള സാധ്യതകളില്ലെന്നുള്ള വിലയിരുത്തലുകളാണ്
റിപ്പോർട്ടുകളായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതേസമയം ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും പ്രഖ്യാപിക്കപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സെമി നെഗോസിയേഷനും ഇറാന്റെ മുന്നിൽ വിജയിക്കാത്ത കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം കാത്തിരുന്ന ഇറാന്റെ മറുപടി ഇതിന് തിരിച്ചായിട്ട് വരികയും ചെയ്തു. തങ്ങളുടെ കോമ്പൻസേഷൻ നൽകാത്തതുവരെ ഫ്രീ ആയിട്ട് US ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുടെ കപ്പലുകളെ ഹോർമൂസ് വഴി കടത്തിവിടുകയില്ല, മാത്രമല്ല ഹോർമൂസ് റീഓപ്പൺ ആക്കുക ഇല്ലെന്നുള്ള വ്യക്തത ഇന്ന് ഇറാൻ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇറാന്റെ ഭാഗത്ത് നിന്നും തങ്ങളുടെ അയൽ രാജ്യങ്ങളോട് തങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കണമെന്നും, കാരണം US അവർക്കിടയിൽ അനിശ്ചിതത്വം വിധിക്കുന്നുവെന്നുള്ള പ്രസ്താവനയാണ് ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും ശക്തമായ കൺസോളിഡേഷനിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിലും ഇന്നലത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലും കണ്ടിരുന്നു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജോബ് റിപ്പോർട്ടിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് അത് വരാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചതിനാൽ തന്നെ അത് വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ശക്തമായ റാലിക്കും കാരണമാക്കിയെങ്കിൽ ഇന്നത് ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമായി തന്നെ മാറുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. കൂടാതെ നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷനുകളിലെ സെല്ലിംഗിന് ശേഷം, അതായത് കഴിഞ്ഞ ബുധൻ വ്യാഴം ട്രേഡിംഗ് സെഷനുകളിൽ, പിന്നീട് വെള്ളിയാഴ്ച നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും വീണ്ടും ബൈങ് നടത്തിക്കൊണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് തിരിച്ചു വരിക മാത്രമല്ല, ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ട പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായ 2ാമത്തെ ആഴ്ചയിലും അവരുടെ ഭാഗത്ത് നിന്ന് വന്ന നെറ്റ് ബൈയിങ്ങും ഇന്ത്യൻ മാർക്കറ്റിന്റെ ആത്മവിശ്വാസത്തെ പിടിച്ചു നിർത്തുവാനും സഹായിച്ചു. കൂടാതെ വെള്ളിയാഴ്ച US മാർക്കറ്റുകൾക്ക് ശക്തി ആർജിക്കുവാൻ സാധിച്ചതും ഇന്ന് ഏഷ്യൻ, യൂറോപ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട പോസിറ്റിവിറ്റിയും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്നും നിഫ്റ്റിക്ക് അതിന്റെ സപ്പോർട്ട് ലെവലായ 24,400 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചതും മാർക്കറ്റിന്റെ മൊമെന്റത്തെ നിലനിർത്തുവാനുമായി. എന്നാൽ അതേസമയം ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ തുടങ്ങിയപ്പോൾ കണ്ടിരുന്നു ഈ വീക്കെൻഡില് ഇറാനും US-ഉം തമ്മിൽ ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീൽ വരുമെന്നുള്ള പ്രതീക്ഷ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു വെള്ളിയാഴ്ച ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡിംഗ് അവസാനിപ്പിച്ചതെങ്കിൽ ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ഡീലും വരാത്തതിന്റെ ഫലമായിട്ട് എണ്ണയുടെ വിലയിലുണ്ടായ 1% വർധനവും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ തുടർന്നതും. കൂടാതെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യഘട്ടത്തിൽ അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗും അനുഭവപ്പെട്ടു. എപ്പോഴൊക്കെ മാർക്കറ്റ് ഇന്ന് 24,600 എന്ന ലെവൽ മറികടക്കാൻ ശ്രമിച്ചുവോ അപ്പോഴൊക്കെ ഇന്ന് നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നിരുന്നു. ഇതിനെല്ലാം പുറമെ ഇന്ന് US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നേരിയതാണെങ്കിലും നേരിടേണ്ടി വന്ന ഇടിവും, കൂടാതെ ഇന്ന് ഇന്ത്യ വിക്സില് മാർക്കറ്റിന്റെ ആദ്യഘട്ടത്തില് ശക്തമായ ഉയർച്ചയായി അനുഭവപ്പെട്ടത് ഏകദേശം 5%-ലേറെ. പിന്നീട് ഇന്ത്യ വിക്സിന് 4%-ലേറെ ഇടിവ് രേഖപ്പെടുത്തുവാനായെങ്കിൽ കൂടിയിട്ടും 0.66% ഉയർച്ച ഇന്ന് ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ടതും ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിനെ മുന്നോട്ടുള്ള കുതിപ്പിന് വിഘാതം ഏൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ സമ്മിശ്രമായിട്ടുള്ള പ്രകടനം കൊണ്ട് തന്നെയാണ് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ കൺസോളിഡേഷൻ തുടരേണ്ടതായിട്ടും വന്നത്. മൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പുതിയ നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നുവെന്നുള്ള റിപ്പോർട്ട്സ് വന്നു. അതായത് ഖനി അവകാശങ്ങളിലും ധാതുസമ്പന്നമായ ഭൂമിയിലും നികുതികളും സെസ്സുകളും മറ്റ് ലെവികളും ചുമത്തുവാനുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരപരിധി പരിമിതപ്പെടുത്തുന്നതിനും അത്തരം ഭൂമിയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ പരിധിയിലാക്കുന്നതിനുമുള്ള ഭേദഗതികൾ ഇന്ത്യയുടെ ഖനന നിയമത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ബിൽ സമർപ്പിച്ചു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ആയതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന നടപടികൾ ഒരുപക്ഷെ മൈനിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെ ഡയറക്റ്റായിട്ട് തന്നെ ഇമ്പാക്റ്റും ചെയ്യും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5% നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ തായ്ലൻഡ് മാർക്കറ്റിന് മാത്രമേ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. സിംഗപ്പൂർ മാർക്കറ്റിന് ഇന്ന് അവധിയായിരുന്നു. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. എണ്ണയുടെ വില രാവിലത്തെ അതേ സ്ഥിതി തന്നെ തുടരുന്നുമുണ്ട്. ഗോൾഡിന്റെ വിലയും ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട
സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സെയിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫണ്ട് സമാഹരണത്തിനായിട്ട് 2026-27 സാമ്പത്തിക വർഷത്തിൽ 5% ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുവാൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ് ടെക് സ്പേസ് എക്സിൽ നിന്നും $150 മില്യൺ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 13% ഉയർച്ചയും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. ലീല പാലസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് കമ്പൽസറി കൺവേർട്ടബിൾ പ്രിഫറൻഷ്യൽ ഷെയറുകൾ വഴി ഉപകമ്പനിയായ ബിൽഡ് മൈൻസ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡില് 185 കോടി രൂപയുടെ നിക്ഷേപിക്കാനുള്ള പദ്ധതി കമ്പനി തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സി എന്റർടൈൻമെന്റ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു. സെബിയുടെ ഭാഗത്ത് നിന്നും കമ്പനി 2 മാസത്തേക്കും കമ്പനിയുടെ എക്സിക്യൂട്ടീവുകളെ 1 വർഷത്തേക്കും സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള നടപടി വന്നിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡും ശ്രീ പുനീത് ഗോയെങ്കിലും സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബോർഡിനെ സമീപിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഗരുഡ കൺസ്ട്രക്ഷൻസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 48%, റവന്യൂവില് 40% വർധനവ് രേഖപ്പെടുത്തി. REC ₹1.55 per ഷെയർ നിലയിൽ 2026 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് August 14, 2026 ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യ മീഡിയം ടേം നോട്ട് പ്രോഗ്രാമിലൂടെ $1 ബില്യൺ സമാഹരിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ ഗിഫ്റ്റ് സിറ്റി ശാഖ വഴി ബോണ്ടുകൾ പുറത്തിറക്കുവാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. രാംകോ ഇൻഡസ്ട്രീസ് Q1 നെറ്റ് പ്രോഫിറ്റിൽ 31.9%, റവന്യൂവില് 15% വർധനവ് രേഖപ്പെടുത്തി. ക്വാളിറ്റി ഫാർമ നെറ്റ് പ്രോഫിറ്റിൽ 115%, റവന്യൂവില് 45.7% വർധനവ് രേഖപ്പെടുത്തി. നിർലോൺ ലിമിറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 18.8%, റവന്യൂവില് 3.3% ഉയർച്ച രേഖപ്പെടുത്തി. അമരരാജ നെറ്റ് പ്രോഫിറ്റില് 5%, റവന്യൂവില് 21% വർധനവും റിപ്പോർട്ട് ചെയ്തു. ഹിന്ദുസ്ഥാൻ കോപ്പർ നെറ്റ് പ്രോഫിറ്റില് 20.7%, റവന്യൂവില് 19% ഇടിവ് റിപ്പോർട്ട് ചെയ്തു.